Good morning. Today going to talk about disease control and prevention. Health policy and healthcare system എന്ന് പറയുന്ന സബ്ജക്റ്റിലെ 10th യൂണിറ്റിലെ പോർഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ. When the British Empire came into power in India, they faced the challenge of a new set of diseases that were endemic in that region. അതായത് ബ്രിട്ടീഷ് എംപയർ ഇവിടെ ഉണ്ടായിരുന്ന കാലം മുതൽ തന്നെ നമുക്ക് വളരെയധികം സെറ്റ് ഓഫ് ഡിസീസസിന് അതിൻ്റെ വെല്ലുവിളികൾ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇന്ത്യ വാസ് വാസ്റ്റ് കൺട്രി വിത്ത് എൻവയോൺമെൻറ്റ് റേഞ്ചിങ് വേൾഡ് ഹയസ്റ്റ് മൗണ്ടൻസ്, പ്ലെയിൻ ഗ്രീൻ ഫീൽഡ്സ് ആൻഡ് ഫ്രം ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ആൻഡ് ബാരൻ ഡെസേർട്സ്. നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ക്ലൈമറ്റ് കണ്ടീഷൻസാണ്. അതായത് ഭൂപ്രകൃതി പല രീതിയിലാണ്. ഹയസ്റ്റ് മൗണ്ടൻസ് ഉണ്ട്, പ്ലെയിൻ ഗ്രീൻ ഫീൽഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉണ്ട്, ഡെസേർട്സ് ഉണ്ട്, അങ്ങനെ പല ഏരിയാസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള അസുഖങ്ങൾ നമ്മുടെ അവിടെ നിലനിന്നിരുന്നു. ദെൻ എനോമസ് എമൗണ്ട് ഓഫ് വർക്ക് വാസ് ഡൺ പ്രിവെൻറ്റിങ് ആൻഡ് എപ്പിഡമിക്സ് ടു സേവ് ലൈഫ് പീപ്പിൾ ഇൻ ഇന്ത്യ ഇൻ ജനറൽ. നമ്മൾ ധാരാളം പരിശ്രമങ്ങൾ ഇവിടെ അസുഖങ്ങൾ കൺട്രോൾ ചെയ്യാൻ, ഡിസീസ് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ നടത്തിയിരുന്നു. എപ്പിഡമിക് ഡിസീസ് ദാറ്റ് ഹാഡ് എ ഡിവാസ്റ്റിംഗ് എഫക്റ്റ് ഡ്യൂറിങ് ദ പീരീഡ് വാസ് പ്ലാഗ്, ലെപ്രസി, കോളറ, മലേറിയ. അതായത് ആ കാലഘട്ടത്തിൽ ഒരുപാട് അസുഖങ്ങൾ, പ്ലാഗ്, ലെപ്രസി, കോളറ, മലേറിയ അങ്ങനെ പറഞ്ഞിട്ടുള്ള പല അസുഖങ്ങളും അവിടെ നിലനിന്നിരുന്നു. ഇതിൻ്റെ കാരണങ്ങളെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ടു ഗ്രേറ്റ് എഫേർട്ട് ടു പ്രിവെൻറ്റ് ഡിസീസ്. ബ്രിട്ടീഷുകാരങ്ങൾ നമ്മൾ നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ബട്ട് ഡ്യൂ ടു ഇൻസഫിഷ്യൻറ്റ് മെഡിക്കൽ ഓഫീസേഴ്സ് ആൻഡ് ഫണ്ട്, നമ്മുടെ കയ്യിൽ ഫണ്ടില്ലാത്തതും അതുപോലെ തന്നെ മെഡിക്കൽ ഓഫീസേഴ്സ് ഇല്ലാത്തതുകൊണ്ടാണ് അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. പ്രിവെൻഷൻ ആൻഡ് എൻവയോൺമെൻറ്റൽ ഹൈജീൻ ലോങ് ബീൻ നെഗ്ലക്റ്റഡ്. അതായത് എൻവയോൺമെൻറ്റൽ ഹൈജീനും അതുപോലെ തന്നെ പ്രിവെൻഷനൊക്കെ കുറേയൊക്കെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഡിസീസ് ഓർഗനൈസേഷൻ കോമൺലി എക്സിബിറ്റ് സൈൻ ഓർ സിംറ്റംസ് ഇൻഡിക്കേറ്റീവ് അബ്നോർമൽ സ്റ്റേറ്റ്. നമ്മുടെ രാജ്യത്ത് പല സ്ഥലത്തിലും പല സ്റ്റേറ്റുകളിലും പല രീതിയിലാണ് അത് നിലനിന്നിരുന്നത്. ദ സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ എസ്റ്റാബ്ലിഷ് ആൻ ഓഫീസ് ഇൻ ഇന്ത്യ 2001 നമ്മൾ CDC എന്ന് പറഞ്ഞിട്ട് സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് HIV AIDS കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് ന്യൂഡൽഹിയിലൊക്കെ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ട്യൂബർകുലോസിസും നമ്മൾ അത് പ്രതിരോധിക്കാനായിട്ട് തുടങ്ങി. CDC കൊളാബറേറ്റ് വിത്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ദെൻ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ, വൈഡ് റേഞ്ച് ഓഫ് ഇൻഫെക്ഷസ് ആൻഡ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്. അതിനുശേഷം അത് പലതരത്തിലുള്ള ഇൻഫെക്ഷസ് ആയിട്ടുള്ള ഡിസീസസും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. HIV AIDS ആർ മേജർ പബ്ലിക് ഹെൽത്ത് ഇഷ്യൂ ആൻഡ് CDC HIV പ്രോഗ്രാം ബിഗിൻ ഇൻ 2001. CDC ഫസ്റ്റ് തുടങ്ങിയത് HIV പ്രോഗ്രാംസ് ആണ്. അതിന് ശേഷമാണ് ട്യൂബർകുലോസിസ് ഒക്കെ കോമൺ കോസായിട്ട് മാറി. അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഡയഗ്നോസ് ചെയ്യാനും ട്രീറ്റ് ചെയ്യാനുള്ള വഴികൾ നോക്കി. പിന്നെ ഫാമിലി വെൽഫെയർ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ NACO, ദെൻ ഹൈ ക്വാളിറ്റി ആൻഡ് ഹൈ ഇമ്പാക്റ്റ് ഓഫ് HIV ഇൻ്റർവെൻഷനൊക്കെ കുറയ്ക്കാനായിട്ട് സാധിച്ചു. ഇനി അതേപോലെ തന്നെ പ്രോഗ്രാംസ് സച്ച് ആസ് നാഷണൽ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം, ലെപ്രസി ഇറാഡിക്കേഷൻ, TB കൺട്രോൾ, ബ്ലൈൻഡ്നെസ് കൺട്രോൾ ആൻഡ് അയൺ ഡെഫിഷ്യൻസി ഡിസോർഡർ പ്രോഗ്രാംസ്, അതുപോലെ തുടങ്ങി ഹാവ് എ നമ്പർ ഓഫ് നാഷണൽ ഹെൽത്ത് മിഷൻ്റെ കീഴിൽ ഒരുപാട് പ്രോഗ്രാംസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.